പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും അദബുൻ മിൻ റബ്ബിഹിം. കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദിരിയും വന്നുഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരം അത്രേ. അപ്പോൾ കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവർക്ക് എന്താണ്? അള്ളാഹുവിനുള്ള കോപം ഉണ്ടാവും, ഐഹിക ജീവിതത്തിൽ നിന്ദിരിയും വന്നുഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്കുള്ള പ്രതിഫലം നൽകുന്നത് എപ്രകാരം അത്ര. ഇപ്പം പശുവിനെ ദൈവമാക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ അല്ലേ, എന്താണ് അവർക്ക്? അള്ളാഹുവിൻ്റെ കോപമുണ്ടാവും, ഐഹിക ജീവിതത്തിൽ. അപ്പം നിന്ദിതയുണ്ട്. അപ്പം ഈ ഹൈന്ദവ സഹോദരന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിന്ദിത കാണാം. പിന്നെ അവർ ബ്രാഹ്മണന്മാരെ വളരെ തൊഴുതു വണങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ നിന്ദിയുള്ള ആൾക്കാരെ മറ്റുള്ളവരെ തൊഴുതു നിൽക്കുക. മറ്റുള്ളവരാണെങ്കിൽ ഞാനിടാ ആഴാ ചോദിച്ചാൽ ഞാനിടാ നിൽക്കും. പിന്നെ പ്രവാചകൻ്റെ പിതൃവ്യൻ അബു താലിബിലെ അബ്ദുൽ മുത്തലിബാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടാൽ തന്നെ എടുപ്പും നടപ്പും ഗാംഭീര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അബ്രഹത്ത് രാജാവിൻ്റെ സൈന്യത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ പട്ടാളക്കാർ പിടിച്ചു കൊണ്ടുപോയി നമ്മളെ 100 ആടിനെ തിരിച്ചു തരണം അല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹത്ത് രാജാവ് പറഞ്ഞു, നിങ്ങളത് കണ്ടപ്പോൾ നിങ്ങൾ ഒരു നല്ല തറവാട് മഹിമ കണ്ടു നിങ്ങൾ, പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണെന്ന് കരുതിയില്ല എന്ന് കരുതി എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആടുകളെ വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പം പിന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഈ കഅബയുടെ ഈ മന്ദിരം, ഈ കഅബ സംരക്ഷിക്കാൻ അതിൻ്റെ നാഥന് സാധിക്കും, അവനത് സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ്, പക്ഷെ എൻ്റെ ഒട്ടകങ്ങൾക്ക് തന്നെ പറ്റുമെന്ന് പറയും. അപ്പോൾ ആ ആർജവത്തോടുള്ള ചോദ്യത്തിന് മുമ്പിൽ പരുങ്ങിപ്പോവുകയും അബ്രഹത്ത് പരുങ്ങിപ്പോവുകയും അങ്ങനെ അത് കൊടുക്കുകയും ചെയ്തു. ആ 100 ഒട്ടകം അല്ലെങ്കിൽ 100 ആടൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഒരു വിശ്വാസി ഇസ്സത്തുള്ളവനായിരിക്കും, പ്രതാപം എന്തും വെട്ടി തുറന്ന് പറയാൻ ധൈര്യമുള്ളവനായിരിക്കണം. ഈ ഉള്ളവന് ഇന്നലെ പള്ളിയിൽ ജമാഅത്തിന് നിസ്കരിക്കാൻ പോയി. സുന്നിപ്പള്ളിയിലാണ്. ആ സുന്നിപ്പള്ളി ഞാൻ പൊതുവെ ഇമാമ് നിൽക്കില്ല, കാരണം എനിക്ക് കൂട്ടപ്രാർത്ഥന അറിയില്ല. അപ്പോൾ അവർക്കൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് ഞാൻ കഴിയുന്നതും ഇമാമായി നിൽക്കില്ല. അപ്പം ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കൂട്ടപ്രാർത്ഥന അറിയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. പതിവായി ഇടയ്ക്കിടയ്ക്ക് ഇമാമ് നിൽക്കും. രാത്രി ഇമാമ് ലീവാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവോ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇക്കാമത്ത് കൊടുത്തു. ഞാനാണ് ബാങ്ക് കൊടുത്തത്. ഞാൻ അപ്പോൾ ബാങ്ക് കൊടുത്തവരെ ഇക്കാമത്ത് കൊടുക്കണം എന്നാണ് അവിടുത്തെ സിസ്റ്റം, ആ പള്ളിത്തെ സിസ്റ്റം. അങ്ങനെ അപ്പോൾ ഞാൻ തന്നെ ഇക്കാമത്ത് കൊടുത്തു. ഇക്കാമത്ത് കൊടുത്തപ്പോൾ ആ മൂപ്പര് എണീച്ച് നിന്ന് മെല്ലെ ഒതു കൊടുക്കുന്ന ആളുടെ ഭാഗത്തൊക്കെ പോയി നോക്കി. അപ്പം വേറെ ആൾ വരുന്നു, കുറച്ചുകൂടി പ്രായമുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഇമാമ് നിൽക്കാറുണ്ട്, പക്ഷെ വലിയൊന്നും അറിയൊന്നുമില്ല, എന്നാലും ഇമാമ് നിൽക്കാറുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു, മൂപ്പര് വരുന്നുണ്ട്, ഞാൻ നിൽക്കുന്നില്ല എന്ന്. അദ്ദേഹം ഒതു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ 2 മിനിറ്റോളം നഷ്ടപ്പെട്ടു. 2-3 മിനിറ്റ് ഞാൻ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞ് 2 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് അയാൾ വന്നത്. അയാൾ വന്നിട്ട് ഇവനെ ഉന്തുക, ഇമാമ നിൽക്കാൻ, ഇവനെ അയാളെ ഉന്തി കേൾക്കുക. എനിക്ക് ദേഷ്യം പിടിച്ചു. അതിന് മുമ്പ് അവനോട് പറഞ്ഞു, ഇമാമത്ത് നിൽക്കുന്നത് വലിയ പുണ്യകർമ്മമാണ്, എൻ്റെ ഇത്ര മടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പദവീനെ ബഹുമാനിക്കേണ്ട, വയസ്സിനെ ബഹുമാനിക്കേണ്ട എന്നൊക്കെ. ഇതൊക്കെയാണ് അവരുടെ പഠിപ്പ്. ശരി, വയസ്സ് മൂത്തൊരു ഇമാമ നിൽക്കണം, വയസ്സ് മൂത്തോടെയല്ല നിൽക്കേണ്ടത്. പിന്നെ ഖുർആൻ അറിവുള്ളവരാണ് നിൽക്കേണ്ടത്. അതും പഠിക്കാനുള്ള ഇതിൽ കിട്ടുന്നില്ല അവർക്ക്. കുത്തുബൊക്കെ അറബിയിലാണല്ലോ, പിന്നെ എങ്ങനെ അറിവ് കിട്ടും? പ്രവാചകൻ ഒരു അമീറിനെ നിശ്ചയിക്കുക, ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവരെയാണ് അമീറായിട്ട് നിശ്ചയിക്കുക. ഇമാമ് നിൽക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ മാതാവൊക്കെ കുറച്ചൊക്കെ പഠിപ്പൊക്കെ ഉള്ള വ്യക്തി. ഇദ്ദേഹം തറാവിനൊക്കെ പണ്ട് ഇമാമത്തൊക്കെ നിൽക്കുക ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നിന്നാൽ മതി, പക്ഷെ നിന്നില്ല, മറ്റേ അങ്ങോട്ട് കൂടി ഉന്തി കളിക്കാം. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ ഇക്കാമത്ത് കൊടുത്തൊരു മണിക്കൂറായി, എന്താ ഇത്ര മടി നിങ്ങൾക്ക്? ഇമാമത്ത് നിൽക്കാൻ എന്താ എത്ര മടി? ഞാൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയും വേഗം മറ്റേ വ്യക്തി ഒതുകൊടുത്തു വന്ന വ്യക്തി, പ്രായമുള്ള വ്യക്തി നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയണം. മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു പള്ളിയിൽ.
അദ്ദേഹം ദീനിൽ കൂടി വന്നാന്ന് തോന്നുന്നു. അദ്ദേഹം ടൗണിൽ ചെറിയ കച്ചവടമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ പള്ളിയിലാണ് ഹാൾട്ടാവുക. അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. വീട് മറ്റൊരു ദൂര സ്ഥലത്തെത്താണ്. അവിടെയാണ് പള്ളിയിലാണ് വന്ന് നിൽക്കുക. പള്ളിയിൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ രാവിലെ എണീച്ച് പോകും, കുളിച്ച് മാറ്റി പോകും, ഒക്കെ സൗകര്യമാണ്. നിന്നോട്ടെ പള്ളിയുടെ ആളായല്ലോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ബാങ്ക് കൊടുക്കുമ്പം വിളിച്ച് ആർക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു എന്ന് വിളിച്ച് ആർക്കുക. എന്തോ ഒരു അപകടമൊക്കെ ഉണ്ടായാലും വിളിച്ച് ആർക്കുന്ന മാതിരി എപ്പോഴും ഞാനത് കേൾക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര അലോസരമാണ്. അത് മറ്റുള്ളവരൊക്കെ വിലയിരുത്തും, എന്താണിത് ഇവർ എന്തോ ഒരു അപശബ്ദം പോലെ വിളിച്ചു ആർക്കുക. പോരാത്തിന് വെറുതെ നീട്ടലും കുറുക്കലും ഒക്കെ ഒന്നായിട്ട് അലങ്കോലാക്കും ബാങ്ക്. ഞാൻ വിചാരിച്ച് കുറേ കഴിഞ്ഞ് അദ്ദേഹം സ്വയം മാറ്റിക്കോളും വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ട്, സുബൈക്കെറ്റാൻ തോന്നുന്നില്ല, ഞാനുണ്ട്. അപ്പം മറ്റുള്ളവരുണ്ടാകുമ്പോൾ അദ്ദേഹം കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ബാങ്ക് കൊടുക്കാൻ ഇഷ്ടമാണ്. അദ്ദേഹം പോയി ബാങ്ക് കൊണ്ട് കൊടുത്തു. എനിക്കതുകൊണ്ട് കേട്ട് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെത്ര പ്രായമുണ്ട്? ഞാൻ എന്ത് വിളിച്ച് ആർക്കത് നിലവിളിക്കത്, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് ബാങ്ക് കൊടുക്കാൻ പഠിച്ചില്ല എന്ന് ഞാൻ ലേശം ശബ്ദം നോക്കി സംസാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ പറയാൻ നമ്മൾ ഒരിക്കലും മടിക്കേണ്ടതില്ല. അപ്പം ഈ ഇസ്സത്ത്, ഈ പ്രതാപം ഹൈന്ദവ സഹോദരന്മാർക്ക് കാണില്ല. അവർക്കൊക്കെ പേടി, എന്ത് കാര്യങ്ങളും പറയാനും പേടി. എനിക്ക് അനുഭവമാണ്. ഞാനൊക്കെ പല സെക്യൂരിറ്റി ജീവനക്കാരെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനും മറ്റു പല കമ്പനിയിൽ നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ മുതലാളിമാരോട് പറയാനൊക്കെ പേടി. എന്തോ ഒരു മുതലാളിയൊക്കെ എന്തോ വലിയ സംഭവം എല്ലായിടത്തും ഒതുങ്ങി നിൽക്കുന്ന മാതിരിയാണ്. പണ്ട് വലിയ തറവാടുകാരുടെ മുമ്പിൽ ഇവർ കൂനിക്കൂടി നിൽക്കുമല്ലോ, വിഷയാചിച്ച്. ആ രൂപത്തിലാണ് ഇവർക്ക് മുതലാളിമാർ, മറ്റു വലിയ ആൾക്കാർ, സാറുമാർ, നമ്മളുടെ ഓഫീസർമാരൊക്കെ സാറിന് വിളിച്ച് ശീലിച്ച കൂട്ടരാണ് ഹൈന്ദവ സഹോദരന്മാരാണ്. അപ്പോൾ ഇത് നിന്ദയുടെ ലക്ഷണമാണ്. മറ്റുള്ളവരൊക്കെ അവരെ ചെരുപ്പ് നക്കി അവരെ കാല് തൊഴുത് നിൽക്കുക. നിന്ദര അല്ലേ? നമ്മുടെ സുരേഷ് ഗോപി കണ്ടല്ലോ. സുരേഷ് ഗോപി എല്ലാവർക്കും ഓരോ രൂപ നാണയം കൊടുത്തു. തൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നവർക്ക് ഓരോ രൂപ നാണയം കൊടുത്തു. അപ്പോൾ ആ കാല് തൊട്ട് വന്നിക്കാനും ആൾക്കാർ. അപ്പോൾ അതാണ്. അപ്പോൾ അത് നിന്ദയുടെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക, അവരെ കാലിൽ തൊട്ട് വന്നിക്കുക, അവരെ വലിയ കൊമ്പത്തിരുത്തുക, അവരുടെ കാര്യം പറയാൻ പേടി, മറഞ്ഞു നിൽക്കുക അല്ലേ? നേരെ കാര്യം പറയാൻ ചെരിഞ്ഞ് നിൽക്കുക, വാതിലിൻ്റെ പുറത്ത് മറഞ്ഞു നിൽക്കുക. ഇങ്ങനത്തെ ഒക്കെ ഭയം, പേടി ഒക്കെ ഉണ്ട്, നിന്ദര. അപ്പോൾ ഈ പശുവിനൊക്കെ ആരാധിക്കുന്നത് കൊണ്ടാണ്. പശു എന്നൊരു മൃഗമാണ്, മനസ്സിലായി? നമ്മളത്രക്കും വിവേകവും വികാരവും ഒന്നുമില്ലാത്തൊരു ജീവിയാണ് പശുവിലെ. ഒറ്റകളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യന്മാർ കാണുകയും മറ്റു മൃഗങ്ങൾ കാണുകയും ഭോഗിക്കുകയൊക്കെ ചെയ്യും അല്ലേ? തോന്നുന്നിടത്ത് മലമൂത്ര വിസർജനം നടത്തുക. അപ്പോൾ അത്രക്കും വിവരമില്ലാത്തൊരു ജീവിയാണ് പശുക്കൾ. ആ പശുവിനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ദ വന്ന് ഭവിക്കും. അള്ളാഹുവിന് അവർക്ക് കോപവും ഉണ്ടാവും. കള്ളം കെട്ടിച്ചവർക്ക് പ്രതിഫലം. അപ്പം കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക്. അപ്പോൾ ഇതൊക്കെ ഇവർ കുറേ കള്ളങ്ങളോടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കള്ളങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദൂതൻ്റെ കാലടിയിൽ നിന്ന് മണ്ണെടുത്ത് വാരി എന്നൊക്കെ ചിലപ്പോൾ കളവായിരിക്കും, അല്ലാഹു ആലം. അതുകൊണ്ടാണ് കള്ളം കെട്ടിച്ചമയ്ക്കുക. പിന്നെ ഒന്നാമത് വെച്ചാൽ ഇവരെ മതങ്ങളിലൊക്കെ പറയുന്നത്, അതിന് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് ഏകദൈവത്തെ ആരാധിക്കാനാണ്. അഹം ബ്രഹ്മാസി എന്നൊക്കെയാണ് ഇവരിൽ പറയുന്നത്. ഏകദൈവത്തെ, പരബ്രഹ്മത്തെ ആരാധിക്കുക. അപ്പോൾ അത് ഒക്കെ എന്തെങ്കിലും മാറ്റി തിരുത്തി ഇവരെന്തെങ്കിലും പല ദൈവങ്ങളാക്കി മാറ്റിയെടുത്താണ്. അപ്പോൾ ഇതൊക്കെ ഇവരെ ഇതാണ്. പിന്നെ ഒന്നാമത് ഈ ഭൗതിക താല്പര്യമാണ് പശുവിനൊക്കെ ദൈവമാക്കുന്നത് അല്ലേ? പശു എന്താ പാല് തരും, എണ്ണ തരും, മറ്റു പല വസ്തുക്കളെ, തോല് കിട്ടും, ചാണകം കിട്ടും. ഇതൊക്കെ കിട്ടുമ്പോൾ തൻ്റെ വരുമാന മാർഗത്തെ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കും അല്ലേ? ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് വണങ്ങും. തനിക്ക് അന്നം തരുന്ന ഈ മെഷീനാണെന്ന് അതിനെ തൊട്ട് വണങ്ങുകയും അതിന് കൂടി തൊടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ്. അതൊക്കെ ഏത് സമയം നശിക്കും. ആ മെഷീന് സുപ്രഭാതത്തിൽ കേടുവന്നാൽ എന്ത് ചെയ്യും? പശു ചത്തുപോയാൽ എന്ത് ചെയ്യും? പശു ഒന്നുമില്ല ദൈവം. അതെ, പശുവിനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് യഥാർത്ഥ അള്ളാഹുവാണ് ദൈവം അല്ലെ? ഏകദൈവമാണ് നമ്മുടെ യഥാർത്ഥ ദൈവം. ആ ദൈവത്തെ
ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുക. അങ്ങനെ ഏകദൈവത്തെ മാത്രം ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യമായ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.